എന്റെ അമ്മ ഇത്രയും ദിവസം മീനില്ലാണ്ട് എങ്ങനെ ചോറ് കഴിച്ചിനെന്ന് എനക്കെന്നെ അറിയില്ല. ഇന്ന് ഏതായാലും നമുക്ക് ഇതാ നല്ല മുള്ളമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കരുവള്ളൂർ വരെ പോയിട്ടുണ്ടായിനി, തിരിച്ചു വരുമ്പോ വാങ്ങിയതാണ് കേട്ടാ. അത്യാവശ്യം വലിയ സൈസിലെ മുള്ളൻ തന്നെയാണ് കേട്ടാ കിട്ടി. ഓരോ സ്ഥലത്തും മീനിന് പല പേരാണ്. നിങ്ങളെ നാട്ടില് എന്നാ ഈ മീനിന് പേര് പറയലെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മളെ ലേഖമ്മക്ക് ഇന്ന് പണിയുണ്ട്. അമ്മ രാവിലെ പണിക്ക് പോയി. അധികം ലോകവും സ്കൂളിലും പോയി. ഞാനും വസന്തമ്മയും മാത്രമേ ഇന്ന് വീട്ടിലില്ലൂ. മീനെല്ലാം വേഗം ചടപടാന്ന് മുറിച്ചെടുത്തു. ഈ തലയെടുക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് നമ്മളെ ശംഖുപൂച്ച സുബർപൂച്ചക്കും ഇല്ലതാണ് കേട്ടാ. എന്നെ പോലെ തന്നെ മീൻ കിട്ടായിട്ട് അവരും കുറച്ച് നാളായിട്ട് പട്ടിണിയിലാണ്. മീൻ ചട്ടിയിലിട്ടിട്ട് പെരക്കി കഴുകാൻ കല്ലുപ്പാന്ന് ബെസ്റ്റ്. കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മീൻ നന്നായിട്ട് പെരക്കി കഴുകി വൃത്തിയാക്കി എടുത്തു. തേങ്ങ അരച്ച് കറി വെക്കുന്നതിനേക്കാളും എനിക്ക് പുളിമുളക് ഇടിച്ച് വറ്റിച്ച് വെക്കുന്നതാണ് ഇഷ്ടം കേട്ടാ. അനിയേട്ടൻ നേരെ മറിച്ചാണ്. മുള്ളനായാൽ പോലും തേങ്ങ അരച്ചിട്ട് വെച്ചോന്നേ പറയും. ഏതായാലും ചാറ് കറിയായിട്ട് വേറെ കറിയില്ലത് കൊണ്ട് വറ്റിക്കാന്ന് വിചാരിച്ചു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു നുള്ളു പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് 2 പച്ചമുളകും കീറിയിട്ട് അടുപ്പത്തേക്ക് അങ്ങ് വെച്ചുകൊടുത്തു. പിന്നെ നമ്മളെ വസന്തമ്മ ഈ വക സാധനങ്ങളൊന്നും കുറെ നാളായിട്ട് കഴിക്കാത്തത് കൊണ്ട് ഞാൻ വേഗം അമ്മക്ക് ചോറ് വിളമ്പി കൊടുത്തു. സ്വയം വിളമ്പി തിന്നതിനേക്കാളും അമ്മക്ക് കൂടുതൽ ഇഷ്ടം ആരെങ്കിലും വിളമ്പി കൊടുത്ത് അത് കഴിക്കാനാണ് കേട്ടാ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. ആരെങ്കിലും വിളമ്പി തന്ന് കഴിക്കുമ്പോൾ അതിന്റെ സ്വാദ് ഒന്ന് വേറെ തന്നെ. അപ്പൊ തന്നെ നമ്മളെ ലേഖം ഇതാ പണിക്ക് പോയിട്ട് അലക്കി കുളിച്ച് സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ട്. വിളമ്പി തന്ന് കഴിക്കുന്നതിന്റെ സ്വാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാന്നോന്ന് അറിയില്ല. ഇന്ന് എനക്കും ഒരാഗ്രഹം അമ്മ വിളമ്പി തന്നിട്ട് കഴിക്കണമെന്ന്. ഞാൻ അങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നൊന്ന് വിളമ്പിത്താന്ന്. അങ്ങനെ അമ്മ എനിക്ക് വിളമ്പി തന്നു കേട്ടാ. നല്ല ചെറുപയർ കറിയും കൊടോരിക്ക ഉപ്പേരിയും പിന്നെ ഇതാ നമ്മ വറ്റിച്ചേച്ച നല്ല മുള്ളൻ കറിയും വിളമ്പിയതിന് ശേഷം ഞാനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചു. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.